ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വലിയ ബേക്കറികളിൽ നിന്ന് വാങ്ങുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ഓറഞ്ച് കളറിലുള്ള ലഡു എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ലഡു ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ മാവൊന്ന് അരിച്ചെടുക്കാം. ഈ കടലമാവിൽ ചെറിയ കട്ടകളോ പൊടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറാനായിട്ട് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. മാവ് ഇപ്പോൾ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. നല്ല ലൂസായിട്ടുള്ളൊരു മാവ് കുഴച്ചെടുക്കണം. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് വേണം മാവ് റെഡിയാക്കാൻ. ഞാനിപ്പോൾ ഒന്ന് കട്ടിയായിട്ടുള്ളൊരു മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫുഡ് കളർ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 2-3 ഡ്രോപ്സ് ഓറഞ്ച് ഫുഡ് കളറാണ് ചേർക്കുന്നത്. കളർ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല ലൂസായിട്ട് മാവ് കുഴച്ചെടുക്കാം. ദോശമാവിനെക്കാട്ടും കുറച്ചുകൂടെ അയഞ്ഞ പരുവത്തിൽ മാവ് റെഡിയാക്കി എടുക്കണം. ഈ പരുവത്തിലാണ് മാവ് കിട്ടേണ്ടത്. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കാം. അതിനായിട്ട് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കണ്ണുള്ള ഒരു തവിയും എടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ കണ്ണുള്ള തവി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് മാവ് ഇതുപോലെ തവിയിലേക്ക് കോരി ഒഴിച്ച് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. തവി ഒന്ന് തട്ടിക്കൊടുക്കണം. അപ്പോൾ ഡ്രോപ്സ് ആയിട്ട് മാവ് എണ്ണയിലേക്ക് വീഴും. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ആയി പോകരുത്. കളർ മാറുന്നത് വരെയൊന്നും ഫ്രൈ ചെയ്യരുത്. ഒന്ന് സൗണ്ടൊന്ന് മാറി ഒരു സൗണ്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം കോരി മാറ്റാം. ഒരു പ്രാവശ്യം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. കണ്ണുള്ള തവിക്ക് പകരം വലിയ പരന്ന കണ്ണുള്ള പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ചെറിയ ചെറിയ കട്ടകളൊക്കെ ആയിട്ട് വീണാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ബൂന്തി എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കട്ടകളൊക്കെ ആയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. നമ്മളിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. കട്ടകളായിട്ട് വീണാലും അതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നാൽ മതി. ഇനി ഇതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ആദ്യം പകുതി ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം ഇട്ടത് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മുഴുവനും ഇതുപോലെ പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പിനെക്കാട്ടും കുറച്ചുകൂടി പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് മാവ് എടുക്കുമ്പോൾ 1/4 കപ്പ് പകുതി അളവിൽ വേണം പഞ്ചസാരയും വെള്ളവും ചേർക്കാൻ. അതാണ് കറക്റ്റ് പരുവം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഒരു 2 ഡ്രോപ്സ് ഫുഡ് കളറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറച്ച് സമയം കൂടെ ഒന്ന് തിളയ്ക്കണം. നൂൽപ്പരുവൊന്നും ആകണ്ട. ഒരു ചെറുതായിട്ടൊന്ന് ഒട്ടുന്ന പരുവമായാൽ മതി. തിളച്ചിട്ട് ഒരു 1-2 മിനിറ്റും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. നൂൽപ്പരുവൊന്നും ആകാൻ നിൽക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾ ബൂന്തി പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. തീ ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല പോലെ ഇളക്കി. ഇപ്പോൾ ലൂസായിട്ടിരിക്കുന്നത് പോലെ തോന്നും. അതൊന്നും കുഴപ്പമില്ല. ഇതിൽ നന്നായിട്ട് പിടിച്ച് വരും. പഞ്ചസാര പാനിയൊക്കെ നന്നായിട്ട് പിടിച്ച് വരും. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഇട്ടിട്ട് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാൻ നെയ്യൊന്നും ഒഴിക്കുന്നില്ല. നെയ്യ് ഒഴിച്ചാൽ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ഒഴിച്ചു കൊടുത്താൽ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്ന് തണുത്ത ശേഷം ഉരുട്ടിയെടുക്കാം. നല്ലപോലെ തണുത്ത ശേഷം ഉരുട്ടിയാൽ മതി. എന്നാലാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഞാനിപ്പോൾ ആദ്യത്തെ ലഡു ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഉരുട്ടിയെടുക്കാം. എല്ലാ ലഡുവും ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലത്തെ തന്നെ ലഡു കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.